റിട്ടയർഡ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ചിറക്കര മധു കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മധു, നോക്കൂ, അതായത് ഈ ഒരു വിഷയം ഇതിപ്പോൾ നിരവധിയായി ഈ നമ്മുടെ കേരളത്തിലേക്കുള്ള ലഹരി കടത്തൊക്കെ നിരവധി കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നിരവധി വാർത്തകൾ നമ്മൾ ദിനംപ്രതി കാണുകയാണ്. ഇപ്പോൾ ഈ ഓണത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ ഡ്രൈവ് ഒക്കെ നടക്കുന്നുണ്ട്. എന്നാലും ഇത്തരം സംഭവങ്ങൾക്കൊരു കുറവ് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിപ്പോൾ ഈ കോഴിക്കോട് ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ MDMA-യുമായി യുവാക്കളെ പിടികൂടിയെന്ന് മാത്രമല്ല, പോലീസ് എത്തുമ്പോഴേക്കും നായയെ അഴിച്ചുവിട്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഒരു ക്രിമിനൽ കുറ്റം കൂടെയല്ലേ വരുന്നത്. ഈ നായ ആക്രമിച്ചിരുന്നു എങ്കിൽ അത് മറ്റൊരു തലത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുമായിരുന്നില്ലേ? അതെ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെയാണ്. ഓണ ആഘോഷം എല്ലാ മേഖലയിലും നടക്കുന്നതോടൊപ്പം മയക്കുമരുന്നിന്റെ മേഖലയിലും ഓണാഘോഷം നടക്കുന്നുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവരതിന് എന്തു മാർഗവും സ്വീകരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോ കോഴിക്കോട് കണ്ടത്. അത് അക്രമം കാണിക്കുകയോ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമോ എന്നുള്ളത് ഉറപ്പാണ്. പോലീസും എക്സൈസും ഒക്കെ അങ്ങനെ പ്രതീക്ഷിച്ച് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അല്ല, നമുക്ക് ചെന്ന് കൂളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്നുള്ള അർത്ഥത്തിലല്ല ഫോഴ്സിലുള്ളവർ ജോലി ചെയ്യുന്നതും ജീവിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് അവർക്ക് മുൻകരുതലുണ്ടാവും. അവർ കരുതി തന്നെയായിരിക്കും പോകുന്നത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ വരുന്ന മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരോടാണ് പിന്നീട് പറയാനുള്ളത്. അതായത് ഇപ്പൊ ഒരു 2 ലക്ഷത്തിലധികം ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ടെന്ന് ഒരു ഉദ്ദേശ കണക്ക് നമുക്കുണ്ട് കേരളത്തിലെ കാര്യമാണ്. 2 ലക്ഷത്തിലധികം ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഉപയോഗിക്കുന്ന പലരുടെയും വിചാരം ഇതൊരു വലിയ മിടുക്കാണ്, വലിയ ഹീറോയിസമാണ്, അവർ ചെയ്യുന്ന വലിയൊരു കാര്യമാണെന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ദയവായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2-3 വർഷം ഇത്തരത്തിലുള്ള MDMA പോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരാളിന്റെ തലച്ചോറിന് അപകടകരമായ രീതിയിൽ മാറ്റം വരികയും അത് തലച്ചോറിനകത്ത് സ്ട്രോക്ക് വരാൻ സാധ്യത 30 വയസ്സോ 32 വയസ്സോ ഒക്കെ ഉള്ള ആളുകൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഈ മയക്കുമരുന്ന് 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ പലരുടെയും കുഴഞ്ഞു വീണു മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പക്കാരുടെ കാര്യങ്ങളിൽ വരുന്നതിൽ ഒരു വില്ലൻ ഈ മയക്കുമരുന്നാണെന്ന് നിങ്ങൾ ദയവായി തിരിച്ചറിയണം. ഈ ഒരു താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ മയക്കുമരുന്ന് ഒരു വലിയൊരു ലഹരിയാണ്. അതുപോലെ തന്നെ അതിന്റെ അപകടവശങ്ങൾ, അതിന്റെ ദോഷവശങ്ങളൊക്കെ വളരെ വലുതാണ്. ഇതൊക്കെ ഇന്നത്തെ സമൂഹത്തിലെ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയാത്ത കാര്യങ്ങളല്ല. എന്നാലും ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ കുട്ടികൾ എന്താണ് ഇങ്ങനെ ഉപയോഗിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അത് കൂടുതലും എന്ന് പറഞ്ഞാൽ 2-3 തവണത്തെ ഉപയോഗം പലപ്പോഴും നടക്കുന്ന സുഹൃത്തുക്കളുടെ നിർബന്ധം മൂലമാണ്. ഒരു 4-5 തവണത്തെ ഉപയോഗം ആകുമ്പോഴത്തേക്ക് തന്നെ ഈ മെറ്റീരിയലുമായിട്ട് അവർ അഡിക്റ്റ് ചെയ്യപ്പെടുന്നു. കാരണം എക്സ്റ്റസി, മോളി എന്നൊക്കെ വിളിക്കുന്ന ഈ MDMA എന്ന് പറയുന്ന ഈ വസ്തു ഒരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അമിതമായ വികാര പ്രകടനവും അപരിചിതരോട് പോലും അതിയായ സ്നേഹം തോന്നുന്ന ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഇത് പെൺകുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിന് ഏറ്റവും എളുപ്പ വഴി ഇത്തരം മയക്കുമരുന്ന് കൊടുക്കുക എന്ന് പറയുന്നതാണ്. കാരണം അപരിചിതരോടുള്ള പെരുമാറ്റം അനുതാപപൂർണമായി അങ്ങ് മാറും, സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് മാറും. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ദയവായി നിങ്ങളുടെ പെൺകുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാരണം വളരെ പെട്ടെന്ന് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത്, പെൺകുട്ടികൾ വിശേഷിച്ചും. താങ്കൾക്ക് കേൾക്കാനാകുന്നുണ്ടോ? കേൾക്കാം. അതായത് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, നിലവിൽ ഈ ഓണം സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് വലിയ പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഈ ഒരു പരിശോധനകളൊക്കെ എങ്ങനെയാകും പുരോഗമിക്കുക? ഇതിലൂടെയൊക്കെ ഒരു ലഹരി ഒഴുക്കി ഓണസമയത്ത് കുറയ്ക്കാൻ സാധിക്കുമോ? നമ്മളുടെ പരിശോധന എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി രാത്രിയും പകലും നടക്കുന്ന പരിശോധനയാണ് ഇപ്പൊ എക്സൈസിന്റെ ഭാഗത്തു നിന്ന് വിശേഷിച്ച് നടക്കുന്നത്. എക്സൈസിലെ ഒരു മനുഷ്യർക്കും ലീവ് കൊടുക്കാത്ത ഒരു മാസക്കാലമാണ് ഈ സ്പെഷ്യൽ ഡ്രൈവ് എന്ന് പറയുന്നത്. അവര് രാത്രിയും പകലും ടേൺ അനുസരിച്ച് റോഡിലും മറ്റു പരിസരങ്ങളിലും വീടുകളിലും സംശയമുള്ള സ്ഥലങ്ങളിലും പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും റിസൾട്ട് ഉണ്ടാവുന്നുണ്ടെന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മൾ പിടിക്കപ്പെടുന്ന മെറ്റീരിയലിനേക്കാൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള 100 കണക്കിന് മെറ്റീരിയലുകളെ തടയാൻ ഇത്തരം പരിശോധനകൾ കൊണ്ട് കഴിയുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശരി, വളരെയധികം നന്ദി ശ്രീ ചിറക്കര മധു പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.